കിടക്കുമായിരുന്നു. ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ വിളിക്കുമായിരുന്നു ഇത്ര നേരം നാട്ടിൽ നിന്നേ. മുട്ടും ഉണ്ടായിരുന്നതിൽ എപ്പോഴേ മൂട്ടടിക്കുവാനെ. ആശബ എന്ത് പറ്റി? ആശ ബിജിക്ക് തലവേദന മൈഗ്രൈൻ്റെ പ്രശ്നം. ബിജി നാട്ടിൽ അമ്മയും മക്കളും സുഖമാണോ? സുഖമായിട്ട് പോകണം കേട്ടോ. കൊച്ചിന് പനിയാ, ഇന്ന് ആശുപത്രി പോയി. സണ്ണി ആരാ? സണ്ണി എൻ്റെ അപ്പനാണ് കേട്ടോ. ബിജി സണ്ണി എന്നാണ് എൻ്റെ ഫുൾ നെയിം. തെറ്റാലി ഫുൾ സണ്ണി. ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്. ചേച്ചി എന്താ സംസാരിക്കുന്നത്? ഒരു പെക്ക് കൂടി അടിക്കൂ ചേച്ചി, ഇപ്പോളേ പൂസ. ശ്രുതി മുടിയ സുത്തുല മുടിയ. എന്തെന്ന്? ബീറുണ്ടോ? ബീറടി നിർത്തി. ഷുഗറുണ്ട്. ബീറടി നിർത്തിയപ്പോൾ ഇനി ബീറടി ഞാൻ മദ്യപാനം വളരെ കുറവാണ് ഇപ്പം. ബീറടി പക്ക ക്യാൻസലാക്കി ഞാൻ. ഷുഗർ കൂടിയാലേ ശരിയാവില്ല. ചെറുപ്പക്കാരി ഞാൻ 30-31 വയസ്സായിട്ടുള്ളോ. 32 വയസ്സാവാൻ പോകുന്നു. അപ്പോഴേക്ക് ഷുഗർ പിടിക്കുന്ന ടൈമായോ? ഷുഗർ പിടിക്കുന്ന ടൈം എനിക്കായിട്ടേക്ക് 40, 45, 50 വയസ്സൊന്നുമില്ല. മനസ്സിലായോ? പണ്ട് ഷുഗർ ഇപ്പോഴേ കൺട്രോൾ ചെയ്യണം. ഷുഗറുണ്ട് ചെറിയ രീതിയിൽ. ചെറിയ രീതിയിൽ നല്ലപോലെ ഷുഗറുണ്ട്. 7 ഗുഡ്. മക്കൾ എന്ന് വരും? UAE എവിടെയാ? ഞാനോ? അമേരിക്കയിൽ. പാറ്റ. ഇതിൽ പാറ്റാടി. പുതിയ ക്ലാസ്സൊക്കെ ആണല്ലോ. പുതിയ ക്ലാസ്സൊക്കെ മേടിച്ചു. ടിക്ടോക്ക് മുകളിലേക്ക് മദ്യം കാണുമ്പോൾ എന്നെ റിപ്പോർട്ട് അടിക്കുന്നു. അതോട് മാറ്റി, ക്ലാസ് മാറ്റി. ഷുഗർ എപ്പോഴും വേണം. പാരമ്പര്യമായിട്ടുണ്ടെങ്കിൽ വരും. ബീച്ച് നല്ല വലിയാണല്ലോ. എന്താ കുടിക്കുന്നത്? ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്. ടിക്ടോക്ക് മുകളിൽ കണ്ട റിപ്പോർട്ട് അടിക്കുന്നു. എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുമോ? എന്തിനാണാവോ? കണ്ടിട്ട് ബർഗർ കൊള്ളാം, ഇനി സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാവും? അത് ഞാൻ തപ്പി നോക്കേണ്ടി വരും. ബിഗ് കുണ്ടി നോക്കട്ടെ. ബിജി പുതിയ അക്കൗണ്ടാണോ? പലോട വേണോ? എനിക്ക് വേണ്ട. സ്ഥലം വാങ്ങി? ഇല്ലില്ല, ഞാൻ സ്ഥലം മേടിച്ചില്ലല്ലോ. നിന്നോട് സ്ഥലം മേടിച്ചെന്ന്? അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ. ഓക്കെ, സോറി. ബിജി ഓൾഡ്. ഓ മൈ ഗോഡ്, ബിജി ഓൾഡ് വന്നല്ലോ. എൻ്റെ മതം ഇതൊക്കെ ആരാണോ? നല്ല ഗ്രൗണ്ട്. ബിജി ഓൾഡേ, താങ്ക് യു സോ മച്ച് ബിജി ഓൾഡേ. സുട്ടുള മുടിയ. എന്തെന്ന് ഇവൻ പറയണ? സുട്ടുള മുടിയോന്നോ? ബിജി ഓൾഡ്, താങ്ക് യു സോ മച്ച്. ഐ ലവ് യു കണ്ണക്കാരൻ. ലിജിമുത്തേ നീ അടിപൊളിയാണ്. ഞാൻ അടിപൊളിയെന്ന് എല്ലാവരും പറയും. തെറി പറയല്ലേ, സോറി. വെടി പോടമയിലേ. പുതിയ ഐഡിയ ആണ്. ബിജി മൈര മോളെ കുണ്ണ ഊമ്പി പോടാ. ഇറങ്ങി തായോടി. നിന്നെ ബ്ലോക്ക് അടിച്ചു. എന്നെ മൈരേന്നോ? നിന്റെ സ്വന്തം തള്ളേ പോയി പിടിക്കും മൈരേന്നോ? പോടാ കടന്നു. ബ്ലോക്ക് കൺഫേം. പോ. വിട്ടോ പോയി വിട്ടോ. മോളോട്ട് വിട്ടോ. റെഡ് മുളക് കുത്തിയാ? റെഡ് മൂക്ക്, 2 മൂക്ക് കുത്തിയാ? കുത്തി. ബിജി എന്തൊക്കെയുണ്ട്? സുന്ദരിയല്ലേ? വെരി ബാഡ്. ബിജി വെടി പോടാ പൂറിമേണ. നീയും ബ്ലോക്ക്. നിന്നെ ഞാൻ മൂട്ടല്ല, എന്നെ പേരിടുന്നതൊക്കെ ബ്ലോക്കിലാണ്. ഞാൻ നമുക്ക് ബ്ലോക്ക് അടിക്കും. അത്ര അണ്ടിക്ക് ഉറപ്പുള്ളമായി എഴുതിയിടും. അണ്ടിക്ക് ഉറപ്പുള്ളമായി ഇങ്ങനെ ബാഡ് എഴുതിയില്ല. അണ്ടിക്ക് ഉറപ്പില്ലാത്തമാർ ഷുഗർ പിടിച്ച കുണ്ണ പിടിച്ച് പൊക്കിപ്പിടുന്ന എല്ലാം ശ്രദ്ധിക്കാം. അണ്ടിക്ക് ഷുഗർ പിടിച്ച് താന്ന് കിടക്കുന്ന മൈരമാരാണ് ബാഡ് എഴുതിയിടുന്നത്. ഓക്കെ, ബാഡ് കമന്റ് ഇടുന്നവരെ ശ്രദ്ധിക്കും എല്ലാവരും. ഈ ബാഡ് കമന്റ് ഇടുന്ന മൈരമാർക്ക് കുണ്ണേന് അലർജി, ചോറി, പുഴു പിടിച്ചിരിക്കുന്നു. അവന്മാരെ കുണ്ണ തോന്നില്ല. അവന്മാരാണ് ഈ ബാഡ് എഴുതി വിടുന്നത് കേട്ടാ. കുണ്ണയുടെ തുമ്പത്ത് ചോറ് പിടിച്ച് ഈ വട്ടച്ചോറും പിടിച്ച് ക്യാൻസർ വന്നിട്ട് ഈ മറ്റേ ചീഞ്ഞ് പുഴു പിടിച്ച കുണ്ണയാ. ആ കുണ്ണ കൊന്നില്ല. അവന്മാരാണ് ബാഡ് കമ്പനി. കണ്ട, യൂസറിന്റെ കുണ്ണയ്ക്ക് പുഴുവാന്നു, അണ്ട് വെടിയെന്നു. കണ്ട, അവന് ക്യാൻസർ ആന്നു. അവന്റെ പെണ്ണുമ്പളുടെ കൂട്ടി കഴിയുമ്പോൾ അവന്റെ പെണ്ണുമ്പളേക്ക് പൂർണ്ണ ക്യാൻസർ ആണ്. ആ മരന്റെ മനസ്സിലായ? പോയി ചാവട മൈനെ. ആ ക്യാൻസർ പിടിച്ച പൂറ് പോയി നക്കി കൊടുക്കും. പോയിട്ട് ചെല്ലേ, നല്ലതാ. നിന്റെ ചെല്ലേ. മൈ നെയിം രാജി. നിന്റെ വായ നിന്നെ എന്തിനാ വേണ്ടത്? മൂച്ചി വഴി. അതേ നിന്റെ തള്ള കൊട പുറിമന. നാണലത്തെ മൈനെ. ബ്ലോക്ക് പോ പുറിമന. എന്നെ തെളിവിടുന്ന ബാറ്റി അടിക്കട്ടാ. ആ ടാറ്റു കാണിക്കുമോ കയ്യിലേ?
ബാക്കി അടിക്കട്ടാ. എന്നെ തന്നെ വിളിക്കുന്ന മൂഞ്ചി വെടി അതന്നെ. പോടാ മൈനെ പോ. നിനക്ക് ഞാൻ ബ്ലോക്ക് ഓപ്ഷനിലേക്ക് ഞാൻ തന്നെ ബ്ലോക്ക് അടിക്കാൻ നിന്നത്. പോടാ ബ്ലോക്ക് കൺഫേം. പോ മോളോട്ട് വെക്കോ വിട്ടോ. മോളോട്ട് വിട്ടോ. ഇനി മോളോട്ട് ഒരു ചത്ത് ശവം പോലെ കിടക്ക്. വേറെ അക്കൗണ്ട് കൊണ്ട് വാ. നെയ്റ്റ് കുറേ കൊണ്ടുവന്നോ. എല്ലാം സൂപ്പർ. വിജയ് എന്തൊക്കെയുണ്ട് വിഷയം? സുഖമായിട്ട് പോകണേട്ടാ. പുതിയ ആൾക്കാരാണ് ഇതിൽ വരുന്നത് തോന്നുന്നു. സത്യം പുതിയ ആൾക്കാരാണ്. ഇതുവരെയായിട്ട് കാണാത്ത ആൾക്കാരാണ്. അല്ലേ ഓൾനേട്ടാ? അല്ലേ മെറീസ? അല്ലേ ഷഫ്നന്ത? പുതിയ ആൾക്കാരല്ലേ പാലക്കാടാ? അല്ലേ? എല്ലാം പുതിയ. നമ്മൾ ഇതുവരെയായിട്ട് കാണാത്ത ആൾക്കാരാണ് ബാഡ് കമൻറ്റ് വിടുന്നത്. എല്ലാം പുതിയ ആൾക്കാർ. നാട്ടിൽ പോയിട്ട് എന്ന് വന്നു. എല്ലാം പുതിയ. എനിക്കവൻ ആരെ അത്ര പരിചയമില്ല. പുതിയവരാണ് വരുന്നത്. അപ്പം ഇവരൊക്കെ കുറേ കഴപ്പ് പിടിച്ച ആളുകൾ ആണ് കമൻറ്റ് ഇടുന്നത്. അവന്മാർക്ക് സാമാനം ബുദ്ധിയിട്ടപ്പം നമ്മൾ മൈൻഡടിക്കണ്ട. ശ്രമിച്ചാൽ ഓഫ് ആക്കണേ പൂസ്. മക്കൾക്ക് വിശേഷമായോ? മകൾക്ക് വിശേഷമായെന്നോ? അതിന് എൻ്റെ മോള് കല്യാണം കഴിച്ചിട്ടില്ല. എൻ്റെ മോൾക്ക് ആകെ 10 വയസ്സേ ആയിട്ടുള്ളൂ. ബിജിക്ക് വരുമോ? എനിക്ക് താമസം വരാൻ. അതിന് പറ്റിയ ആളുണ്ടെങ്കിൽ വരും. എന്തായാലും നിന്നെ കൊണ്ട് പറ്റൂല. കാരണം നിനക്ക് അണ്ടി പൊന്തൂലാന്ന് തോന്നുന്നു. വരുമൊക്കെ ചെയ്യും എനിക്ക്. പക്ഷെ അതിന് തക്കതായിട്ടുള്ള മനുഷ്യൻ വരണം. വരണമെങ്കിൽ ഞാനുണ്ടല്ലോ. വേണ്ട എനിക്ക് നിന്നെ. എനിക്ക് ഒരാൾ ചെയ്താൽ മാത്രമേ വരുള്ളൂ. അല്ലാതെ വേറെ ഒരാൾ ചെയ്താൽ വരില്ല. ഇർഷ ആഞ്ഞു പിടിച്ച് ചെയ്താൽ വരും. അത് ചെയ്യേണ്ട ആൾ ചെയ്യണം. മനസ്സിന് തൃപ്തി തോന്നിയ ആൾ ചെയ്യണം. അല്ലാത്തൊരു ചെയ്ത അയച്ചേ യൂസർ സച്ച മുത്തേ പൂന്തോട്ടം അടിച്ച് കയറ്റട്ടെ. അടിച്ച് കയറ്റിട്ടൊന്നും പോവില്ല കേട്ടോ. അടിച്ച് കയറ്റാനൊന്നും പോവില്ല. അതാരാ ബിജി ഒക്കെ ഉണ്ട്. അടിച്ച് കയറ്റി എനിക്ക് പോവില്ല. എനിക്ക് നല്ല റൊമാൻസിൽ ഹായ് ബിജി മോളെ. ബിജി മനസ്സ് അതറിയില്ല. അങ്ങനെയാ സൂപ്പർ ബച്ചർ. എയർപോർട്ടാ പോയി. ചേച്ചി തടിച്ചോ? നല്ല വണ്ണം വെച്ചു. ആടി മൈന അടിച്ച് തന്നാലൊന്നും പോവില്ല. അതെന്താന്നറിയില്ല. സൂപ്പർ ആൻസർ. നക്കാൻ തരും. അതിൻ്റെ അമ്മയുടെ പൂർവ്വനാക്കി കൊടുക്കും. നമ്പർ നോ മൈറ്റ്. സച്ചു നിന്നെയോ? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നീയാണ്. നിന്നെ ചേച്ചി മറക്കേ? സച്ചു ആരും പറഞ്ഞാൽ നിന്നെ മറക്കില്ല. ബിജി അപ്പോൾ ഞാൻ അന്ന് അടിച്ചപ്പോൾ പോയല്ലോ. പോയിരുന്ന് മണപ്പിക്കാൻ തരുമോ? നിന്റെ തള്ളയുടെ കൊതം പോയിട്ട് മണക്ക്. നല്ല പിന്നല്ല. ബിഗ് തൈസ് ഇഷ്ടമാണോ ബിജി? പാമ്പാടി രാജൻ്റെ കയറേണ്ട സാധനം കയറി ചിലപ്പോൾ സൂപ്പർ ഡാൻസർ. ഹായ് ഡാ. ഓ മൈ ഗോഡ്. മൈനയ്ക്കും മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. മൈനയ്ക്ക് ഒരുപാട് മെൻഷൻ കുത്താണ്ട നിങ്ങൾ. അവൻ ബണ്ടിയിലെ ഊമ്പിത്തരാർ നിങ്ങൾക്കൊക്കെ എവിടെയായിരുന്നു ബിജി?